എല്ലാവർക്കും നമസ്കാരമുണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഞാനിപ്പോൾ വീഡിയോയിൽ വന്നിട്ട് കുറേ നാളായിട്ടുണ്ട്. കാരണം ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അച്ഛന് വയ്യാണ്ടിരിക്കുകയായിരുന്നു. അച്ഛന് തീരെ വയ്യായിരുന്നു. അതിനുശേഷം അച്ഛൻ അച്ഛനൊക്കെ പോയി. അപ്പോൾ ആ സംഭവങ്ങളും ആ സമയത്തൊന്നും വീഡിയോ ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം 4-5 മാസമായി. അപ്പോൾ അതാണ് വീണ്ടും വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ ഇനി ഞാൻ റെഗുലറായിട്ട് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആരും കാണാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ സാരി എങ്ങനെയാണ് നല്ലതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് മടക്കി വെക്കുക, റെഡി ടു വെയർ സാരി ആയിട്ട് എടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ട്രാവലിംഗ് ടൈമിൽ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന മെത്തേഡാണ് കേട്ടോ. പിന്നെ ഇത് ഉടുക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 2 മിനിറ്റ് മതി. 2 മിനിറ്റ് മതി എന്നൊക്കെ എല്ലാവരും പറയുന്നത് കേട്ടപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ ഇപ്പം എനിക്ക് ബോധ്യമായി 2 മിനിറ്റ് മതി. അതാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പിന്നെ നമ്മുടെ വീഡിയോസ് ഇനി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ കേട്ടോ. ഞാനിവിടെ സാരി എടുത്തിട്ടുണ്ട്. ഈ സാരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഒരു ഖാദി സാരിയാണ്, പട്ട് സാരിയാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിന്റെ മുന്താണി എടുക്കാം. അതാണ് മുന്താണി. അപ്പോൾ മുന്താണി എടുത്തിട്ട് നമുക്ക് ഇതേപോലെ വെച്ച് നോക്കണം. കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് സാരി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ സൈഡാണല്ലോ നമുക്ക് ഇവിടെ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ നമുക്ക് ഞൊറിച്ചിലെടുക്കാം. നമ്മൾ സാധാരണ എടുക്കുന്ന രീതിയിൽ ഞൊറിച്ചിലെടുക്കുക. ഞൊറിച്ചിലെടുത്തിട്ട് അതിൻ്റെ തുമ്പ് ഭാഗം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മുന്താണി ഫുള്ളായിട്ട് ഞൊറിഞ്ഞെടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ പിൻ ചെയ്ത് കൊടുക്കാം. ഞൊറിച്ചിലെടുത്തിരിക്കുന്ന മാളിപ്പ് പതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പിൻ ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് നമുക്ക് എത്ര നീളം വേണോ അത്രയും വരെ ഞൊറിച്ചിലെടുക്കുക കേട്ടോ. എന്നിട്ട് നീളം നോക്കി അവിടെ ഒന്ന് പിൻ ചെയ്ത് വെക്കുക. ഇതുപോലെ. ഇപ്പോൾ മുന്താണി ഞൊറിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പോർഷൻ നോക്കാം. ഇനി നമ്മൾ സാരി സ്റ്റാർട്ടിങ്ങിൽ ഉടുത്ത് വരുന്ന ആ ഒരു സൈഡ് എടുക്കാം. ഇവിടെ ഇതിങ്ങനെ ഒന്ന് ചുറ്റി വെച്ച് നോക്കുക. ജസ്റ്റ് നമ്മൾ ഇവിടുത്തെ ഞൊറിച്ചിൽ എവിടെ നിന്നാണ് എടുത്തു തുടങ്ങുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു പോർഷനിലാണ് ഞാനിവിടെ ഞൊറിച്ചെടുക്കുന്നത്. അവിടെ ഞാൻ പിൻ ചെയ്ത് വെച്ചു. അപ്പോൾ ആ പിൻ കാണാൻ മനസ്സിലാവില്ല ഇനി ഇവിടെ തൊട്ടാണ് ഞൊറിച്ചെടുക്കേണ്ടതെന്ന്. ഇനി ഇതൊന്ന് ചുറ്റി നോക്കുക. അതേപോലെ തന്നെ ആ ഞൊറിച്ചിൽ എവിടം വരെ എടുക്കണമെന്നും കൂടി നോക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റി വെച്ച് നോക്കുക. എന്നിട്ട് എവിടെ വരെയാണ് ഞൊറിച്ചിൽ വേണ്ടതെന്ന് നോക്കുക. ഇവിടം വരെയല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ഒരു പോർഷൻ സെലക്ട് ചെയ്ത് കൈ പിടിക്കുക. ഇനി അത് പിടിച്ച് ഒന്ന് അഴിച്ചെടുക്കുക. എന്നിട്ട് അവിടെ തൊട്ട് ഞൊറിച്ചിലെടുത്ത് തുടങ്ങുക. നമ്മൾ മറ്റേ സൈഡ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടം വരെ ആയിരിക്കണം ഞൊറിച്ചിലെടുക്കണ്ടേ. ഈ ലാസ്റ്റ് വരുന്ന ഈ ഒരു ഞൊറിച്ചിൽ വലിയ ഞൊറിച്ചിലല്ലേ നമ്മൾ എടുക്കുന്നത്, അതറിയാമല്ലോ അല്ലേ? ഇല്ലെങ്കിൽ അതങ്ങ് ഫുള്ളങ്ങ് വിടർന്നു പോകും. എന്നിട്ട് ഞൊറിച്ചിലൊക്കെ ഒന്ന് പിടിച്ച് വെച്ചിട്ട് അതും മേളിലൊന്ന് പിൻ ചെയ്ത് വെക്കാം. ഇപ്പോൾ കണ്ടോ സാരി എത്ര ചെറുതായി നോക്കിക്കേ. 2 സെറ്റ് ഞൊറിച്ചിൽ മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ശരിക്കും റെഡി ടു വെയർ സാരി പോലെ ആയിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പമാണ് ഇങ്ങനെ ചെയ്യാൻ. ഇതൊന്നും ഞൊറിച്ചിലെടുക്കുന്നൊരു പാട് മാത്രമേ ഉള്ളൂ. പിന്നീട് ഉടുക്കാനൊക്കെ എളുപ്പമാണേ. ഇനി നമുക്ക് ഞൊറിച്ചിലെടുത്ത് വെച്ചാക്കി ഒന്ന് അയൺ ചെയ്തെടുക്കാം. മുന്താണി ആദ്യം അയൺ ചെയ്തെടുക്കാം. ഈസി ആയിട്ട് സാരി ഉടുക്കുന്നതിൻ്റെ ടിപ്സൊക്കെ പറഞ്ഞിട്ട് ഞാൻ സാരി ഉടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കാണാത്തവരൊക്കെ കണ്ടു നോക്കുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഇനി നമ്മൾ മുന്താണി ഷോൾഡറിൽ പിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അതാണിത്. അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തല്ലേ നമ്മൾ വെക്കുന്നത്. അപ്പോൾ ആ ഞൊറിച്ചിലൊക്കെ നല്ലതുപോലെ ഇതുപോലെ ഒന്ന് വിരിച്ചു വെച്ച് കൊടുത്തിട്ട് നമുക്ക് വേണ്ടത്രയും വിരിച്ചു വെച്ച് കൊടുത്തിട്ട് ഒന്ന് അയൺ ചെയ്ത് വെക്കാം. നമുക്ക് രണ്ടാമത്തെ സെറ്റ് ഞൊറിച്ചിലെടുക്കാം. അതൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞൊറിച്ചിലൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിച്ച് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ മേള് തൊട്ട് പകുതി വരെയുള്ള പോർഷൻ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം. ഈ ഒരു മെത്തേഡൊക്കെ യൂസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് സാരി ഈസി ആയിട്ട് കൊണ്ടുപോകാനും പിന്നെ എവിടെയും ചെന്നിട്ട് നമുക്ക് വെയർ ചെയ്യാൻ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടിലാണെങ്കിലും ഇങ്ങനെ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ നല്ല എളുപ്പത്തിൽ സാരി ഉടുക്കാം കേട്ടോ. തലേന്നൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെക്കുവാണെങ്കിൽ പിറ്റേന്ന് എവിടെയും പോകാനുണ്ടെങ്കിൽ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് സാരി ഉടുത്ത് കഴിയും. അപ്പോൾ ഈ ഞൊറിച്ചിൻ്റെ പകുതി വരെ അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി താഴേക്കുള്ള പോർഷൻ ഞാൻ ഇവിടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഈ ഞൊറിച്ചിലുകളൊന്ന് വിരിച്ച് വെക്കുക. നമ്മൾ ശരിക്കും സാരി ഉടുത്തിട്ട് നടക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ താഴെയായിട്ട് ഈ ഞൊറിച്ചിൽ കുറച്ചൊന്ന് വിരിഞ്ഞല്ലേ കിടക്കുന്നത്. ഇങ്ങനെ വിരിച്ച് വെക്കാതെ നമ്മൾ ഫുള്ള് നേരെ പിടിച്ച് തന്നെ അയൺ ചെയ്ത് വെക്കുവാണെങ്കിൽ പിന്നീട് സാരി ഉടുത്ത് കഴിയുമ്പോൾ ആ ഞൊറിച്ചിലൊക്കെ അങ്ങ് മാറിപ്പോകും. അപ്പോൾ അയൺ ചെയ്ത പാടൊരു സ്ഥലത്ത് കിടക്കും. പിന്നെ സാരിയുടെ ഞൊറിച്ചിൽ വേറെ ആയി മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഇങ്ങനെ വിരിച്ച് വെച്ചിട്ട് അയൺ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാരി ഉടുത്ത് കഴിയുമ്പോൾ അതേപോലെ തന്നെ കിടന്നോളും. ഇപ്പോൾ നമ്മുടെ മെയിൻ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് മടക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ മടക്കുന്ന ഈ പ്ലീറ്റ് എന്ന് പറയുന്നത് നമ്മൾ സാരി ഉടുത്ത് തുടങ്ങുന്ന സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു പോർഷനില്ലേ, ഫ്രീ ആയിട്ട് കിടക്കുന്ന ആ ഒരു പീസ്,
അതാണ് ഈ മടക്കിയെടുക്കുന്നത് കേട്ടോ. ഇതാ ഈ കളർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ടിലെ ഞൊറിച്ചിൽ, അതിന് മേളിലായിട്ട് ആ ബാക്കി ഫ്രീ ആയിട്ട് കിടന്ന പീസ് നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഇതുപോലെ. ഇനി നമുക്ക് ബാക്കിയുള്ളത് നമ്മുടെ മുന്താണിയുടെ ഞൊറിച്ചിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഇതാ ഇതേപോലെ എടുത്തിങ്ങോട്ട് വെക്കുക. മുന്താണിയുടെ തുമ്പ് തൊട്ട് നമ്മൾ ഫ്രണ്ടിൽ സ്പ്രെഡ് ചെയ്ത് വിരിച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു പോർഷൻ വരെയുള്ള ഭാഗം ഈ മടക്കിന് വെളിയിൽ വന്നാൽ മതി. ഇതാ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഇവിടം തൊട്ടുള്ള പാർട്ട് ഈ മടക്കിന് വെളിയിലോട്ട് പോകണം. മനസ്സിലായോ? ബാക്കി ഈ മടക്കിനുള്ളിലുള്ള പോർഷൻ ഇതാ ഇവിടെ കുറച്ച് ചുളുങ്ങിയിരിക്കുന്നത് കണ്ടിട്ടൊന്നും വിഷമിക്കേണ്ട. അത് ചുളുക്കൊന്നും വരികയില്ല, ഒട്ടും ടെൻഷൻ വേണ്ട കേട്ടോ. ഇനി രണ്ട് സൈഡിൽ നിന്ന് ഇതാ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്നുകൂടി മടക്കുക. ലാസ്റ്റിൽ ഇതുപോലെ മടക്കി കൊടുക്കുക. ഇനി നമുക്ക് മുന്താണി മാത്രമേ മടക്കി വെക്കാനുള്ളൂ. അത് ഇതാ ഇതേപോലെ വെക്കുക. നമ്മൾ ആ ഫ്രണ്ടിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന പോർഷനൊക്കെ മടക്കുമ്പോൾ ഇതാ ഇതേപോലെ വരും കേട്ടോ. എന്നിട്ട് ഈ മുന്താണിയുടെ തുമ്പ് തീരുന്നിടം വരെ ഇതേപോലെ ചുറ്റി അങ്ങ് മടക്കിയെടുക്കുക. ഇപ്പോൾ കണ്ടിട്ട് എങ്ങനെയുണ്ട്? പാടായിട്ട് തോന്നുന്നുണ്ടോ? ഒട്ടും പാടില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. 1-2 വട്ടം ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. പിന്നീട് നമുക്കത് നല്ല എളുപ്പമായിട്ട് ഫീൽ ചെയ്യും. സാരി ഉടുക്കാനും എളുപ്പം, എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഒട്ടും താമസം വരില്ല കേട്ടോ. ഇനി ലാസ്റ്റ് ബാക്കി വരുന്ന ആ പീസ് ഇതാ ഇതേപോലെ ഇങ്ങനെ അകത്തേക്ക് കയറ്റി വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഇരിക്കണമെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇതിൽ അവിടെ ഇവിടെ പിന്നൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതാ കംപ്ലീറ്റ് ആയിട്ട് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാഗിൽ വെച്ചിട്ട് പോകാനും എളുപ്പമാണ്. ഒട്ടും ചുളുങ്ങിയൊന്നും പോവില്ല. ഇതാ കണ്ടോ, നല്ല ടൈറ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് പെട്ടെന്ന് ഉടുക്കാൻ പറ്റുന്നതെന്ന് കൂടി ഞാനൊന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. ഒന്ന് അൺഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് മുന്താണി എടുത്ത് ഷോൾഡറിൽ കൊടുക്കുക. പിന്നെ ബാക്കി പോർഷൻ എടുത്തൊന്ന് ചുറ്റി വെച്ച് നോക്കുക. ചുറ്റി വെച്ച് നോക്കിയപ്പോൾ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ എല്ലാ സൈഡും നല്ലതുപോലെ ഒന്ന് എടുത്തു കൊടുക്കുക. ഈ ഒരു മെത്തേഡിൽ സാരി ഉടുത്തപ്പോൾ ഒരു കാര്യം കൂടി ഈസിയായി, പിൻ ചെയ്യുന്നത് കുറഞ്ഞിട്ടുണ്ട്. അതല്ല, നമ്മൾ ഡയറക്റ്റ് സാരി ഉടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കറക്റ്റ് ഒന്നും അയൺ ചെയ്ത് വെക്കാത്തത് കൊണ്ട് സാരി അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ പോകുമ്പം നമ്മളൊന്ന് പിൻ ചെയ്തൊക്കെ വെക്കാറുണ്ടല്ലേ. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പം പിൻ ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല കേട്ടോ. മുന്താണിയിലും പിന്നെ ഫ്രണ്ടിലത്തെ ഞൊറിച്ചിലും മാത്രമേ പിൻ ചെയ്യേണ്ട ആവശ്യം വന്നുള്ളൂ. എനിക്ക് ഒട്ടും വൃത്തികേടില്ലാതെ തന്നെ സാരി ഉടുക്കാൻ പറ്റി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അങ്ങനെ ഇതാ കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും 2 മിനിറ്റ് മതി കേട്ടോ. സാരി ഉടുക്കാൻ അറിയാവുന്നവർക്കാണെങ്കിൽ ശരിക്കും 2 മിനിറ്റ് മതി. ഇനി തീരെ അറിയത്തില്ലാത്തവർക്കാണെങ്കിലും 5 മിനിറ്റ് മതി കേട്ടോ. കാരണം നമ്മൾ ഞൊറിഞ്ഞ് വെച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ജസ്റ്റ് എടുത്ത് അവിടെ ഫിറ്റ് ചെയ്ത് വെക്കാമെന്ന് മാത്രമല്ലേ വരുന്നുള്ളൂ. ഞാൻ പിന്നെ ആ സാരിയുടെ വിത്ത് ബ്ലൗസ് കൂടി ഇട്ടിട്ടൊന്ന് സാരി ഉടുത്ത് ചെയ്തതാണിത്. പിന്നെ ജസ്റ്റ് ഓർണമെൻറ്റ്സ് ഒന്ന് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിരുന്ന വീഡിയോസൊക്കെ വീണ്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ കാണാം. ബൈ, സീ യു, താങ്ക് യു.